ഹായ് നമസ്കാരം. ഞാൻ ഷീമ. ഇന്ന് ഞാൻ ഷോപ്പിൽ പോയില്ല. കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാമെന്ന് കരുതി. ചില ദിവസങ്ങളിൽ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യണമല്ലോ. നമ്മൾ എല്ലാ ദിവസവും വർക്കിംഗ് ആയി കഴിഞ്ഞാൽ നമുക്ക് ശരിയാവത്തില്ല. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു ദിവസം മൈഗ്രെയിൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉറങ്ങി തീർന്നു കഴിഞ്ഞാൽ ഒരു ആശ്വാസമാവുമല്ലോ എന്ന് കരുതി. പിന്നെ അതുപോലെ തന്നെ ഇതെൻ്റെ ഫെലനോപ്സിസ് പ്ലാന്റ് ആണ്. പക്ഷേ കുറേ ദിവസമായിട്ട് അതിങ്ങനെ ഒരു കേടായ പോലെ ഇരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ലീഫുകളൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഞാൻ ഈ ഡ്രിഫ്റ്റ് വുഡിൽ പോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചകിരി വെറുതെ ഒരു ചകിരിയുടെ നാരിങ്ങനെ എടുത്തിട്ട് നൂല് വെച്ച് കെട്ടി വെച്ചേക്കുവാട്ട് ചെയ്യുന്നത്. അതിൻ്റെ ഇടയ്ക്ക് സാഫും അതേപോലെ അലോവേര ജെല്ലും കൂടി പുരട്ടി കൊടുക്കുന്നുണ്ട്. അലോവേര എടുത്തിട്ട് അതും കൂടി പുരട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെടികളൊന്ന് റീഅറേഞ്ച് ചെയ്യാനുണ്ട്. അവിടെ പൈപ്പിൻ്റെ പണി വന്നപ്പോഴത്തേക്കും മാറ്റി എല്ലാം ഇങ്ങനെ കൂട്ടി വെച്ചതാണ്. എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കണം. കുറച്ച് പോട്ടിംഗ് മിക്സൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഉഷാറായിട്ട് എന്തായാലും വരും. എല്ലാം ഒന്ന് കഴുകി തുടച്ചൊക്കെ എടുക്കാനുണ്ട്. പിന്നെ ഈ ഒരു സ്റ്റാൻഡ് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. അടിപൊളിയാണ്, തുണിയൊക്കെ വിരിക്കാനായിട്ട് നല്ലൊരു സ്റ്റാൻഡാണ്. പിന്നെ നമ്മൾ സൂക്ഷിച്ച് ഉപയോഗിക്കണമെന്ന് മാത്രം, എല്ലാ സാധനങ്ങളും അങ്ങനെ തന്നെയല്ലേ. പക്ഷെ ഞാൻ വാങ്ങിയിട്ട് ഒരു 1.5 വർഷത്തിന് മേലെ 2 വർഷം അടുത്തായിട്ടുണ്ട് ഇത് വാങ്ങിയിട്ട്. ഇതെൻ്റെ ഒരു അഡീനിയം പ്ലാന്റ് ആണ് കേട്ടോ. അന്ന് ഞാനൊന്ന് കേടായിട്ട് ഞാൻ വെച്ചിട്ടുണ്ടായില്ല, വീഡിയോയിലുണ്ട്, ഏതോ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു ഷൂട്ട് വന്നത് ഇത്രയായി. പക്ഷെ അപ്പുറത്തെ സൈഡിൽ നിന്ന് ഞാൻ കഴിഞ്ഞ ദിവസം നോക്കുമ്പോൾ അത് കേടായി വന്നേക്കണം. അപ്പോൾ ഞാൻ അപ്പോൾ തന്നെ അത് കട്ട് ചെയ്തിട്ട് നമ്മുടെ തിരി ഉരുക്കി വെച്ചിട്ട് കുഴപ്പമില്ല. ഇപ്പോൾ 2 ആഴ്ചയ്ക്ക് മേലെ ആയിട്ടുണ്ട്. ഇതെനിക്ക് നമ്മുടെ ഒരു ഫ്രണ്ട് തന്ന പ്ലാന്റാണ് കേട്ടോ. അത് ഞാൻ നട്ട് വെച്ചിട്ടുണ്ട്. പുതിയ ഷൂട്ടൊന്നും വന്നിട്ടില്ല. എന്തായാലും അത് സമയം എടുക്കും, സാവധാനമല്ലേ വരത്തുള്ളൂ. അപ്പോൾ വൈകുന്നേരം എല്ലാത്തിനും ഒന്ന് കുറച്ച് വെള്ളമൊക്കെ കൊടുത്ത് ഒന്ന് റെഡിയാക്കാമെന്ന് കരുതി. ചെടികൾ നനയ്ക്കുക, ചെടികൾ കെയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ലീഫി പ്ലാന്റ് ആണ് എനിക്ക് കൂടുതലുള്ളത്. കാരണം എനിക്ക് അതാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഒന്ന് ഇടയ്ക്ക് ഇങ്ങനെ ഇലയൊക്കെ നനച്ച് നല്ല വൃത്തിയാക്കി കൊടുക്കും. പിന്നെ ഈ വെള്ളം നനച്ച് കഴിയുമ്പോൾ അവിടെയൊക്കെ തുടച്ചൊക്കെ ഇടണം. വൈകുന്നേരം വെസ്റ്റേൺ ക്ലാസ് വിട്ട് വരുമ്പോഴത്തേക്കും അവന് ബ്രെഡും സ്റ്റൂവും ആട്ടോ ഉണ്ടാക്കിയത്. ആവിയിൽ വെന്ത ബ്രെഡ് ഒരു സോഫ്റ്റായിട്ട് ഇങ്ങനെ കിടക്കുന്നില്ല, സിൽക്ക് പോലെ കിടക്കും ഈ ബ്രെഡ്. അതിൻ്റെ ഒപ്പം ഈ സ്റ്റൂവും കൂടി കഴിച്ച് കഴിഞ്ഞാൽ, ബീഫിൻ്റെ സ്റ്റൂ ആണ്, അതും കൂടി കഴിച്ച് കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഒരു കട്ടൻ ചായ, ഏലക്കായും കൂടി ഇട്ടൊരു കട്ടൻ ചായയും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. അപ്പോൾ വെസ്റ്റേണ് ഞാനിവിടെ നിന്നുകൊണ്ടൊന്ന് ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി അങ്ങനെ ആക്കി വെച്ചതാണ്. അപ്പോൾ അവന് ഭയങ്കര സന്തോഷമായി. കാരണം അവൻ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ 5:30-6 മണിക്ക് അടുത്താവും, ട്യൂഷനൊക്കെ കഴിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ അവന് ഭയങ്കര ഹാപ്പിയായി. പിന്നെ വൈകുന്നേരം ഞാനും സുംസനും കൂടി കുറച്ച് നേരം ഒന്ന് നടക്കാൻ വേണ്ടി പോയി. ഒന്ന് നടന്ന് വന്നപ്പോഴത്തേക്കും ഒന്ന് റിലാക്സായി. പിന്നെ അങ്ങനെ ഇന്നത്തെ ദിവസം